ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദൈവകരുണയുടെ തിരുനാളിൻ്റെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ വലിയ കാരുണ്യവും ഈശോയുടെ വലിയ സ്നേഹവും എല്ലാം നമ്മുടെ ജീവിതങ്ങളെ തഴുകി തലോടി കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമുക്ക് ഓർക്കാം. നമുക്കിന്നേ ദിവസം പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പ്രത്യേകമായി നമുക്ക് സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം, ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും ഭാരങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകനെ നമ്മൾ കാണുന്നുണ്ട്. 51-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസരിച്ച് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ നിസ്സാരതകൾ, ഒരു മനുഷ്യനെന്ന തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിസ്സാരതകളെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകനെയാണ് നമ്മളിവിടെ കാണുക. ഈ പ്രഭാതത്തിൽ ഈശോയുടെ സന്നിധിയിൽ ദൈവകരുണയുടെ തിരുനാളിൻ്റെ 5-ാം ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ, കർത്താവെ, വലിയ കരുണ എൻ്റെ കുടുംബത്തോട്, എൻ്റെ ജീവിതത്തോട് കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം നിഴലുപോലെ നമ്മളെ പിന്തുടരുകയാണ്. നമ്മുടെ ജീവിത വ്യാപാരങ്ങളിലേക്ക് ആ വലിയ സ്നേഹം കടന്നു വരികയാണ്. ഈശോയെ, അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ, മാറ്റമില്ലാത്ത അവിടുത്തെ വലിയ കരുതലിൻ്റെ മുൻപിൽ ഈശോയെ, എൻ്റെ ജീവിതത്തെ അങ്ങൊന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പ്രഭാതത്തിൽ അനേകം വചനങ്ങൾ നമുക്ക് തരികയാണ്. ഈശോ പെട്ടെന്ന് മറ്റൊരു വചനം തരികയാണ്. കർത്താവിൽ ആശ്രയം, സങ്കീർത്തനം 27-ാം അധ്യായം. കർത്താവ് എൻ്റെ രക്ഷയും പ്രകാശവുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായി ദുർവൃത്തർ ആരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. വലിയ ഒരു ധൈര്യത്തോടെ, ദൈവത്തിലുള്ള ആശ്രയത്വത്തോടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ അവിടുന്ന് നിർത്തും. കർത്താവേ, വലിയ തകർച്ചകളിലൂടെ, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈ സമയം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. ഈശോയുടെ വലിയ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം എല്ലാ കുടുംബങ്ങളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, ജീവിതത്തിൽ എല്ലാ വിധത്തിലും തകർന്നു നിൽക്കുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, നിന്റെ വലിയ കരുണ എന്നോട് കാണിക്കണമേ, ശ്രേഷ്ഠമായ കരുണ എന്നോട് കാണിക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഈ 5-ാം ദിവസത്തിൽ ദൈവത്തിൻ്റെ കരുണ ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങൾ തിരിച്ചു വരുന്നതിനും ദൈവത്തിൻ്റെ കരുണയിൽ നിറയപ്പെട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് അകന്നു പോയ അനേകം ജീവിതങ്ങൾ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഇടവക പള്ളിയിലൂടൊന്നും ചേരാത്തവർ, സഭയോട് ചേരാൻ പറ്റാത്ത ഒരുപാട് പേരെ നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ ഒരു നിമിഷം നമ്മുടെ പ്രത്യേകമായി ഈ നിയോഗത്തെ നമ്മൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ, സഭാവിശ്വാസത്തിൽ ചേരാൻ പറ്റാത്തവർ, അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയെ മഹത്വപ്പെടുത്താനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരുണയാകണേ കർത്താവ്. ഈശോയെ, വലിയ കരുണ കാണിക്കണേ കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളോട് വലിയ കരുണ കാണിക്കണം. ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഈശോയെ, പ്രത്യേകമായിട്ട് സഭയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയ, സഭാ ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഈശോയെ, കരുണ കാണിക്കണേ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഏറ്റവും കരുണയുള്ള ഈശോയെ, നന്മയുടെ ഉറവിടമേ, അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരവിടെ നിരസിക്കുകയില്ലല്ലോ. സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങയുടെ പ്രകാശം നൽകിയ സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ. സഹതാപ സമ്പൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകാൻ അവരെ അനുവദിക്കരുത്. പകരം അവർക്ക് അവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇടയാകട്ടെ. നിത്യനായ പിതാവേ, വിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദ വരങ്ങളെ നിരസിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ. അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുത്. അങ്ങയുടെ പുത്രൻ അവരോടുള്ള സ്നേഹവും
അവർക്ക് വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയോട് ദയാസമർത്ഥമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണം. അങ്ങയുടെ മഹനീയമായ മഹിമയെ പാടി പുകഴ്ത്താൻ അവരെയും അങ്ങേ സബദത്തിലേക്ക് അടുപ്പിക്കണമേ, എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നയിക്കുവാൻ ഈശോയെ. ഈ സമയത്ത് ജയമോൾക്ക്, ജോണിനെ, സണ്ണി പുത്തൂരിനെ, ഫിലിസ്പൻ ജോസഫിനെ, ജിഷയെ, കർത്താവെ സെബാസ്റ്റ്യൻ ജോസഫിനെ, ജാൻസി റോബിനെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ കൊല്ലായിൽ ന്യൂസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണം. റിയാറ്റി വർഗീസിനെ, കർത്താവെ മിതുമോൾ ജോസഫിനെ, ഈശോയെ മിനി എബ്രഹാമിനെ, രശ്മി സന്തോഷിനെ, ജോമോൻ ജോർജിനെ, കർത്താവെ ഷാമ പി ജിമ്മിയെ സമർപ്പിക്കുന്നു. വർഗീസ് പുത്തൂറിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജോസി റേച്ചൽ, ഈശോയെ മഞ്ജുവിനെ, ജോസ് അഗസ്റ്റിനെ, കർത്താവെ ലിൻഡ ലിജോ, ജൂബിൻ മജോമോന്റെ വലിയ കടബാധ്യതരുമേൽ, മനോജ് മാത്യുവിനെ, മനോജ് ജോസേപ്പിന്, ഷൈൻ പൂത്തറയെ സമർപ്പിക്കുന്നു. കർത്താവെ കരുണയാകണേ, കർത്താവെ കരുണയാകണേ. ജയൻ കൊല്ലംപറമ്പിൽ, ജോജി ജോസിനെ, ഷൈനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളുടെ നിയോഗത്തിന്റെ മേൽ ഈശോയുടെ കൃപയുണ്ടാകട്ടെ. മിനി മാത്യുവിന്, ജമ്മ പണിക്കറിന്, ഈശോയെ അൽഫോൺസ ജോസഫിനെ, ജസ മരിയ, ബിനോയിയെ, മിനി ഷാജിയെ, ഷിബു, കർത്താവെ കരുണയായിരിക്കണേ. കർത്താവെ അജനി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയാകണം. എല്ലാ മക്കളുടെ മേൽ കരുണ ഉണ്ടാകാൻ ആഗ്രഹിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന്. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ അടക്കപ്പെട്ട് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനുയർ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവെ ആനി ഷെൻസിനെ സമർപ്പിക്കുന്നു. ആൻസി ജോസനെ സമർപ്പിക്കുന്നു. ഈശോയെ ജിജി ജെയിംസിനെ ജെയിംസ് കെ ജി ജോർജിനെ സമർപ്പിക്കുന്നു. നിത്യപിതാവെ, നിങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ
മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം 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 മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവെ, നിമ്മി ജോസഫിനെ സമർപ്പിക്കുന്നു, സിബി വർഗീസിനെ, ലിസി അജിനെ സമർപ്പിക്കുന്നു, മെർലിൻ ജോർജിനെ, ടോം ജാസിനെ സമർപ്പിക്കുന്നു. കർത്താവെ കരുണി, ബിന്ദു സിവിയെ സമർപ്പിക്കുന്നു. കർത്താവെ, ഷിബു ഷീജായെ സമർപ്പിക്കുന്നു, രേഷ്മ സാംസൺ, എൽസി ജോളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജിജി ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണം. ഈ മക്കളുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ഈശോയുടെ കരുണയുണ്ടാകട്ടെ. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, ജോസഫ് സ്കറിയായെ, മിനി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ ലാസറിനെ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണം. ബീന തോമസിനെ, ലാൻസി ജോബിയെ, ജിനേഷ് ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ടെസ്സി പോൾസനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം. 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ,
പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണം. ഈശോയെ, അങ്ങയുടെ വലിയ കരുണയിലേക്ക് ബെറ്റ്സി ജോസഫിനെ, നിമ്മി റോയിയെ, ഷാലറ്റ് ഹെർമനെ, ഷാബി ആന്റണിയെ, മരീന ആന്റണിയെ സമർപ്പിക്കുന്ന കർത്താവ്, വിപിൻ വർഗീസിനെ കർത്താവെ, ബെറ്റ്സി ജോസഫിനെ, ബിൻസി ഷോജിയെ, സുബി റോസിനെ, സാലി ബാബുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഓരോ മക്കളുടെയും കുടുംബത്തിലേക്ക് ഈശോയെ ടെജി ടി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ മക്കളുടെയും മേൽ കരുണയായിരിക്കും. ഈശോയുടെ വലിയ കരുണയുണ്ടാവട്ടെ. ഈശോയുടെ വലിയ കരുതൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്ക് ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, മഹത്വം, 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 മഹത്വം. ഈശോയെ കരുണയായിരിക്കണം. ഈശോയെ കരുണയായിരിക്കണം. എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ. കുടുംബങ്ങളോട് കരുണയായിരിക്കണം. ദയ കാണിക്കണ കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല 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 ഹല. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, മഹത്വം, 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 മഹത്വം. ഈശോയുടെ കാരുണ്യം ഉണ്ടാവട്ടെ. ഈശോയുടെ തിരുക്കുടുംബത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. വലിയ കരുണ ഉണ്ടാകാനായിട്ട് ഈശോയെ, മക്കളുടെ എല്ലാ നിയോഗത്തിന് മേൽ, മക്കളില്ലാത്ത ദമ്പതികൾ, ആശുപത്രിയിലായിരിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, യേശുവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയുടെ ലുത്തനിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ കരുണയെ വാഴ്ത്തിപ്പാടി അങ്ങ് ശരണപ്പെടുന്ന ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ജ്യോതിയെ സമർപ്പിക്കാം, സാജു ജേക്കബിനെ സമർപ്പിക്കാം, ജോയ്സ് ജോസിനെ സമർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഇതേ സമയം തന്നെ പങ്കെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഷെയറിങ് അതിന് ഉപകാരപ്രദമായിട്ട് മാറും. നമ്മളിന്ന് പ്രത്യേകം നമ്മുടെ നിയോഗം ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. തിരുസഭയിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ മക്കളെയും സമർപ്പിച്ച് കർത്താവിന്റെ കരുണ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, നിമ്മി ബിജുവിനെ, ടിൻഡു അജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഫിൽസി വിമലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്ങനെ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. പരിശുദ്ധത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. അത്യുന്നതന്റെ സർവ്വശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. യേശുവിന്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. പരിശുദ്ധ കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാനസ്നാനത്തിനെയും കുമ്പസാരത്തിനെയും കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകൃതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. പരിശുദ്ധരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. വിശുദ്ധരെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. രോഗികളും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. വേദനിക്കുന്നവരുടെ ആശ്വാസമായ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പ്രസാദ വരങ്ങളാൽ മുന്നാസ്വാദം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടും. കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവെ ദയാപൂർവം ശ്രവിക്കണമേ. എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവ്വം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്കണമേ.
കർത്താവെ കനിയണമേ, മിശിഹായെ കനിയണമേ. കർത്താവെ ഞങ്ങളുടെ കരുണയുണ്ടാകണം. കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിൻ്റെ കരുണയെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണം. ഞങ്ങളുടെ മേൽ അങ്ങയുടെ ദയ വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമെടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളിൽ കൂടി സമർപ്പിക്കാം. ലിസി സുനിലിനെ, നൈജിൽ സെബാസ്റ്റിനെ, ഫാൻസി സൊമയെ, ഷൈജ ബേബിയെ, സ്വപ്ന അനിലിനെ, ജോമി റോബിൻസിനെ, ഈശോയെ ലിജോ ജോർജിനെ, അനിറ്റി മോളെ സമർപ്പിക്കുന്നു. ദീപ ടോമിയെ, വിൽസൺ എറാളിയെ സമർപ്പിക്കുന്നു. ഷാർലറ്റ് ഹർമണെ സമർപ്പിക്കുന്ന കർത്താവ്. മിനി ജോസ് ഫിലിപ്പിനെ സമർപ്പിക്കുന്നു. ഫാൻസി സുമയെ, ഈശോയെ ജോസഫ് സ്കറിയായെ, എല്ലാ മക്കളും ഇവരുടെ എല്ലാ നിയോഗങ്ങളെ ഈശോയെ ലിജിന പ്രവീണിനെ സമർപ്പിച്ച പ്രാർത്ഥന. എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ വലിയ കരുണയുണ്ടാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി മെയ് 19 വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന 3-ാം ദിനത്തിലാണ്. നമ്മൾ പന്തക്കുസ്താ ദിനമാണ്, ദൈവകരണ തിരുനാളിന്റെ 5-ാം ദിവസമാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ഇതെല്ലാം ഈശോയുടെ കരങ്ങളോട് കൊടുത്തുകൊണ്ട് ഈശോയെ തോമസ് ചേട്ടനെ ഓപ്പറേഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശൈലജ ചേച്ചിയെ സമർപ്പിക്കുന്നു. ഈശോയെ ബിനുവിനെ, മാത്തച്ഛനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ദയാന ഷാജിയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രിൻസിയെ, മാർട്ടിനെയും കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ മനോജിനെ, ജെസ്സിയെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയുടെ ഈ ചേച്ചിയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ബിക്കിയും കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവെ സിബിച്ചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഷാജി ചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈശോയെ ഷാജി തോമസ് ചേട്ടനെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാ മക്കളും ജോൺ ചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവ് ജാക്കലി ചേച്ചിയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ സിബിച്ചേട്ടനെ, സാലി ചേച്ചിയും കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ ബെല്ലിയേട്ടനെ, ആൻസി ചേച്ചിയും കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ ലിഷയെ, റിജോയെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ബെറ്റി ചേച്ചിയെ, ലാലിയേട്ടനെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എസ് തോമസിനെ സമർപ്പിക്കുന്നു. ജോളി പി ലാസറിനെ സമർപ്പിക്കുന്നു. അനിത, സാറ, ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാജു പോളിനെ ഈശോയെ വലിയ തകർച്ച ഏറ്റെടുക്കണേ കർത്താവ്. ലിജോ സെബാസ്റ്റിനെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ കർത്താവെ, അനുഗ്രഹിക്കണേ ഈശോയെ. അങ്ങനെ നിന്നല്ലാതെ നന്മയൊന്നുമില്ല ഈശോയെ. കർത്താവെ എല്ലാ മക്കളുടെയും കുടുംബത്തോട് ദയ കാണിക്കണേ കർത്താവെ. ഞങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഷിനി ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണം. ഈശോ അനുഗ്രഹിക്കണേ, ബ്ലെസ് ചെയ്യണേ കർത്താവ്. എല്ലാ മക്കളെ ഏറ്റെടുക്കണം. ഹബാറൊക്കെ ബല 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 യേശുവേ കരുണയാകണേ കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. ആത്മാവിന്റെ വലിയ നിറവുണ്ടാവട്ടെ. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് പന്തക്കുസ്താദിനത്തിലുള്ള ഒരുക്ക ദിനത്തിന്റെ 3-ാം ദിവസമാണ്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അനീഷ ആന്റണിയെ ഈശോയെ ഓസ്ട്രേലിയ വിസ ഒക്കെ ആക്കി കൊടുക്കണേ കർത്താവ്. റോബിൻ തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ ഷിനി ജോസ് പൂവക്കോട്ടിനെ സമർപ്പിക്കുന്നു. ഷിബു ശ്രീജയ് യേശുവെ സമർപ്പിക്കുന്ന കർത്താവ്. ജോസിയെ സമർപ്പിക്കുന്നു. ഈശോയെ ആക്സിഡന്റ് പറ്റി അരുണച്ചനെ പ്രത്യേകമായി ഏൽപ്പിച്ചതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ പിഴയാചിക്കാനായി സുന്ദര കപാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി. അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി. അവർ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിന് ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവർ നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കും. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായി അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. സഹോദരരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങൾ അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ തന്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്ത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ
പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. നിങ്ങളുടെ കർത്താവിന്റെ സന്നദ്ധയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടെ നയിക്കുകയും ചെയ്യും. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിന്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗ്ഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കും. ഇപ്രകാരം പറഞ്ഞു, ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിന്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. സാമുവേലും തുടർന്ന് വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചയച്ചത്. നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്താ ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്കദിനത്തിന്റെ 3-ാം ദിനമാണ്. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സഭയും ഇടവക സമൂഹത്തെ എല്ലാം സമർപ്പിക്കാൻ. ജോളി പി ലാസറിനെ, സ്മിതാസ് മജുവിനെ, യേശുവെ ഷൈനി ജോസ് പൂവക്കോട്ടിനെ സമർപ്പിക്കുന്നു. റോഷ്നി ആൽവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്റ്റീഫൻ മാത്യുവിനെ സമർപ്പിക്കുന്നു. റിജു മേരി തോമസിനെ സമർപ്പിച്ച് കർത്താവെ കരുണയായിരിക്കണേ അപ്പ, ആ മകളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സോജൻ കോർഗനെ സമർപ്പിക്കുന്നു. ഫുൾ ഹീലിംഗ് കിട്ടട്ടെ. സുജാ തോമസ് ലിനുവിനെ സമർപ്പിക്കുന്നു. സിജ മോനെ സമർപ്പിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ കർത്താവെ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയാകണേ. ഈശോ എല്ലാ മക്കളുടെ നിയോഗത്തിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. അനുവിനെ ജയ്മോനെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ. ജാൻസിയെ സിജുവിനെ കുടുംബത്തെ സമർപ്പിച്ച് സിസിലി കുര്യനെ സമർപ്പിക്കുന്നു. ബോബി തോമസിനെ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെല്ലാം ഈശോയുടെ അത്താറിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ ജീവിതങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. കർത്താവെ ബീന വർഗീസിനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ, ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവരെ, ഈശോയെ എല്ലാ വിധത്തിലും തകർന്നു പോയ മക്കളെ എല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈശോയുടെ കാരുണ്യം ഈ മക്കളിലേക്ക് എല്ലാം നിറയപ്പെടുവാൻ, ദൈവകരുണയുടെ വലിയ അഭിഷേകം ഉണ്ടാകാൻ, ഈശോയുടെ കൃപയാൽ ജ്വലിക്കപ്പെടുവാൻ ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ തരണേന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. കർത്താവെ സ്തുതിക്കുന്നു. ഈശോയുടെ വലിയ മഹത്വം. കർത്താവെ സാന്ദ്ര ജിപ്സനെ സമർപ്പിക്കുന്നു. സൈമൺ പി ആന്റണിയെ സമർപ്പിക്കുന്നു. ജാൻസി റോബിനെ സമർപ്പിക്കുന്നു. യേശുവേ കരുണയാകണേ കർത്താവെ. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ, ഞങ്ങളെ സഹായിക്കുന്നവരെ, ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ് ഈശോയെ. രൂപതയെ മുഴുവൻ, സഭയെ മുഴുവൻ സമർപ്പിക്കുന്ന ഈശോയെ. എല്ലാ രൂപതകളും ഈശോയെ, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, ന്യൂസിലൻഡ്, യൂറോപ്പ് രാജ്യങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അനുഗ്രഹിക്കണം കർത്താവെ. വിസായിൽ വന്നിട്ടുള്ളവർ, സ്റ്റുഡന്റ് വിസായി വന്നിട്ടുള്ളവർ, നിയമങ്ങൾ മാറുമ്പോഴുള്ള വലിയ വേദനകൾ, ബുദ്ധിമുട്ടുകൾ കർത്താവെ, അക്കോമഡേഷൻ കിട്ടാത്തവർ, ജോലി കിട്ടാത്തവർ, എല്ലാ മക്കളെ ഏറ്റെടുക്കണം ഈശോയെ. സോജി ജോസിനെ സമർപ്പിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആൽബർട്ട് പൗലോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവെ. ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ഇടപെടലുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് ഈശോയുടെ കരങ്ങളോട് എല്ലാവരും കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന. രോഗപീഠകളിൽ നിന്ന് എല്ലാ മക്കളും സൗഖ്യം പ്രാപിക്കണം. ഐസിയുവിലായിരിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, യേശുവേ കരുണയാകണേ. ഈശോയെ കരുണയാകണേ അപ്പാ. SSLC പരീക്ഷ എഴുതിയിരിക്കുന്നു, +2 പരീക്ഷ എഴുതിയിരിക്കുന്നവർ, A ലെവൽ GCSE എഴുതാനിരിക്കുന്നവർ, ILT, SOET, CBT, NCLEX എക്സാം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവര്, ഈശോയെ നാളെ ഇന്റർവ്യൂവിന് പോകുന്ന ജിൻസിയെ സമർപ്പിക്കുന്ന കർത്താവേ, ഇവനൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ജർമ്മൻ വിസായ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു ആരാധന. കർത്താവിന്റെ വലിയ കാരുണ്യം അണിച്ച് നമ്മളോട് കാണിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ കരുണ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് എല്ലാം നിറയപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ കരുണയുണ്ടാകണേ കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ മക്കളോട് എല്ലാം ദൈവത്തിന്റെ കരുണ ഒഴുകാൻ, ഈശോയുടെ കരുതൽ ഒഴുകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈശോയെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങൾ ജ്വലിക്കപ്പെടട്ടെ. ഈശോയെ നിങ്ങൾ പ്രാർത്ഥിക്കണേ. പെന്തക്കോസ്ത് ദിനത്തിന് വേണ്ടി നമ്മുടെ ഒരുക്ക ദിനങ്ങളാണ്. അപ്പോൾ കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ എല്ലാം ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകാൻ ഈശോയെ. കർത്താവെ, സോമി ചേച്ചിയുടെ ഒക്കെ കേസ് ഭാഗന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ നിനക്കെല്ലാം സാധിക്കും. ഈശോയെ ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഈശോയെ കർത്താവെ, കുടുംബങ്ങളെല്ലാം നിനക്ക് സമർപ്പിക്കണം. ഈശോയെ ലിജോ ജോർജിന്റെ കടബാധ്യത ഏറ്റെടുക്കണം. ഈശോയെ കർത്താവെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയാകണം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ്. ഈശോയ്ക്ക് എല്ലാ മക്കളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വേദനകളെല്ലാം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ജെസ്സി തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ.
കർത്താവേ, അങ്ങയുടെ വലിയ ആ തിരുമുറിവിനുള്ളിലേക്ക് നമുക്ക് ഈശോയുടെ കരുണ ഒഴുകുന്ന തിരുമുറിവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ വലിയ ആ തിരുമുറിവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരട്ടെ. ഈശോയുടെ കരുതലിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരട്ടെ. ഈശോയെ, കരുണയോടെ ഞങ്ങളെ കടാക്ഷിക്കണേ ഈശോയെ, ഞങ്ങളെ കടാക്ഷിക്കണേ ഈശോയെ. എല്ലാ മക്കളെ അവിടെ നിന്ന് ഏറ്റെടുക്കണേ ഈശോയെ. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ എഴുതി വെക്കുക, എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയുടെ ആ വലിയ സ്നേഹത്തിൽ, ഈശോയുടെ വലിയ തിരുമുറിവിനുള്ളിലേക്ക് നമ്മൾ ഈ ദിവസം സമർപ്പിക്കാം. സോണിയ ഡിക്സനെ സമർപ്പിക്കും, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കും, പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡികളെ സമർപ്പിക്കുന്നു. ഈശോയെ, കരുണയാകണേ അപ്പാ. ഈശോയെ, യേശുവെ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ ഈശോ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. യേശുവേ, 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 കൂടെ ആകണേ അപ്പാ. കർത്താവേ, കടബാധ്യതകളെല്ലാം മാറ്റിത്തരണേ ഈശോയെ. യേശുവേ, കുടുംബത്തിന്റെ വേദനകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവകൃപ ഒഴുകി എത്തട്ടെ. ഈശോയുടെ വലിയ കാരുണ്യം ഒഴുകി വരട്ടെ. ഈശോയുടെ വലിയ ദയ ഒഴുകി എത്തട്ടെ. യേശുവേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, ആരാധന, 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 ആരാധന. രോഗപീഠകളെല്ലാം സമർപ്പിച്ച മക്കളല്ല, വലിയ സൗഖ്യം ഈശോ തരുന്നു രോഗികളുടെ മേൽ, വലിയ സൗഖ്യം ഒഴുകട്ടെ. ഈശോ കീമോ എടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പാ. യേശുവേ, യേശുവേ, തിരുഹൃദയത്തിൽ യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഈശോയേ, ഈശോയേ, ആരാധന, ആരാധന. ഈശോയെ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ കർത്താവേ. നിന്റെ വലിയ സ്നേഹം ഒഴുകി വരട്ടെ എല്ലാ മക്കളിലും, നിന്റെ വലിയ കരുതൽ ഒഴുകി വരട്ടെ. ഈശോയെ, ആരാധന, ആരാധന അപ്പാ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അനുഗ്രഹിക്കണേ കർത്താവേ. ആരാധന ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ, ഷാജി തോംസിയറിന്റെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവേ. കണ്ണുനീരുകളെ ഏറ്റെടുക്കണ ഈശോയെ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണം ഈശോയെ. ഈശോയെ, ഈശോയെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കണ്ണുനീരുകളെ, വേദനകൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സമർപ്പിക്കാം. ജോളമ്മ ചെറിയാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആരോരുമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, കരുണയാകണേ ഈശോയെ. ഈശോയെ, യുവജനങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ. യേശുവേ, ജോലിയില്ലാത്ത മക്കളെ ഏറ്റെടുക്കണം ഈശോ. വിസാ തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, പരിശുദ്ധാത്മാവേ, അനുഗ്രഹിക്കണേ ഈശോയെ. രാജൻ യേശുവേ, ഈശോട് പറഞ്ഞേ വലിയ സ്നേഹം ഞങ്ങളിലേക്ക് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവസ്നേഹം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിരാജൻ ഈശോയെ, കരുണയാകണേ ഈശോയെ. ഈശോയെ, കരുണയാകണേ ഈശോയെ. സഹായിക്കണേ ഈശോയെ, സഹായിക്കണേ ഈശോയെ. ഈശോയെ, എനിക്കറിയാം സ്നേഹം, സ്നേഹം, സ്നേഹം. ഈശോയെ, നീ കൂടെ ഉണ്ടാകണേ അപ്പാ. കുടുംബങ്ങളെ ഏറ്റെടുക്കണേ അപ്പാ. ഷൈചേട്ടനെ, ഷൈചേച്ചി കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം ഏറ്റെടുക്കണേ ഈശോയെ. യേശുവേ, കുടുംബ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും അനുഭവിക്കുന്ന മക്കള്, കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നവർ, യേശുവേ, നിന്റെ ചെറുകന്റെ കീഴിലേക്ക് അവരെല്ലാം ചേർത്ത് വെക്കുകയാണ് ഈശോയെ. ഇടവക സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ ഈശോയെ. കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, സജി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദൈവം
ക്രൂശേ വിധാനമായതി രഹസ്യമെന്തേശുവേ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതി രഹസ്യമെന്തേശുവേ ഈശോയേ ഈശോയേ ദിവാൻ ദൈവം ക്രൂശേ ബലിദാനമായതി രഹസ്യമെന്തേശുവേ മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതി രഹസ്യമെന്തേശുവേ ഇളനാഥ എന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് ഈശോയേ എനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് ഹല്ലേലൂയ തിരുമുറിവുകളിൽ യേശുവേ യേശുവേ ഈശോയെ രോഗികളെ സുഖപ്പെടുത്തണേ കർത്താവേ രോഗപീഠകൾ ഏറ്റെടുക്കണേ ഈശോയെ യേശുവേ ആരാധന ആരാധന കർത്താവേ കരുണയാകണേ ഈശോയെ യേശുവേ കരുണയാകണേ ഈശോയെ യേശുവേ ആരാധന ആരാധന യേശുവേ അങ്ങ് ഏറ്റെടുക്കണേ ഈശോയെ ഏറ്റെടുക്കണേ ഈശോയെ യേശുവേ എന്റെ ജീവനാമി ഈശോയെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ ഈശോയെ മഹിമാ ജിബിയെ സമർപ്പിക്കുന്ന കർത്താവേ ഈശോയെ കരുണയാകണേ അപ്പാ യേശുവേ കൂടെ വസിക്കണേ ഈശോയെ എസ് തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവേ കർത്താവേ വലിയ സൗഖ്യം വലിയ ബ്ലെസ്സിങ് കുടുംബത്തിലേക്ക് ഉണ്ടാവട്ടെ. നമ്മുടെ വേദനകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ ദൈവകരുണ തിരുനാളിൻ്റെ 5-ാം ദിവസം പെന്തക്കോസ്ത് തിരുനാളിനുള്ള ഒരുക്ക ദിനത്തിൻ്റെ 3-ാം ദിവസത്തിലാണ് നമ്മളിന്ന്. ഈശോയ്ക്ക് നന്ദി പറയാം. വലിയ അഭിഷേകവും വലിയ അനോയിന്റിങ് എനിക്ക് ഉറപ്പുണ്ട്. മെയ് 19 ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാം ജീവിതങ്ങൾ ഈശോ ചൊരിയും. ഈ കരുണ തിരുനാൾ ദിനത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കും. ഈശോയെ ഇവരുടെ എല്ലാം കരുണയുണ്ടാകണേ അപ്പാ, ഇവരുടെ എല്ലാം ജീവിതങ്ങളിൽ ഇടപെടണേ ഈശോയെ. നമ്മൾ വിശ്വസിക്കുക കർത്താവ് അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ ഓരോ ദിവസം എത്രയോ ടെസ്റ്റിമണികൾ കേൾക്കാൻ പറ്റുന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ കുടുംബത്തെ ഈശോ ഏറ്റെടുക്കും. കർത്താവിൻ്റെ വലിയ കരുണയുണ്ടാവട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതിലൂടെ മറ്റുള്ളവർക്കും ഇതിൽ പങ്കെടുക്കാൻ ഒരു അവസരമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങളത് ചെയ്യുക. കർത്താവെ ഈ കരുണയുടെ തിരുനാൾ ദിനത്തിലേക്ക് ഞങ്ങൾ മറ്റുള്ളവരെ കൂടി ചേർത്ത് വെക്കുകയാണ്. ഈശോയെ അനുഗ്രഹിക്കണേ. പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വെള്ളിയാഴ്ച ശുശ്രൂഷയുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ UK സമയം ഉച്ചയ്ക്ക് 2:30 തൊട്ട് 4 മണി വരെയാണ് UK സമയം. ഓസ്ട്രേലിയൻ സമയം ഉച്ചയ്ക്ക് രാത്രിയാണ് 11 തൊട്ട് 1 മണി വരെയാണ്. അമേരിക്കൻ സമയം രാവിലെ 9 തൊട്ട് 11 മണി വരെയാണ്. ഗൾഫ് കൺട്രീസിൻ്റെ ടൈം 5 തൊട്ട് 7 മണി വരെ വൈകുന്നേരമാണ്. ഇന്ത്യൻ സമയം 7 തൊട്ട് 8:30 വരെയാണ്. നമ്മൾ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലയറൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കാം. പിന്നെ ഇന്നലെ പറഞ്ഞതുപോലെ കപ്പൽ റിട്രീറ്റിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. മറ്റുള്ളവരെ അറിയിക്കുക. UK നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ അവരോട് പറയുക. നമുക്കത് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു ചിന്ത തരികയാണ്. അതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങൾ കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എനിക്ക് ഉറപ്പുണ്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. ഈശോയുടെ വലിയ കരുതൽ സ്നേഹമൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ വലിയ ബ്ലെസ്സിങ് ഞങ്ങളുടെ കുടുംബത്തിലൂടെ തരണേ ഈശോയെ. വലിയ ബ്ലെസ്സിങ് ഞങ്ങളുടെ കുടുംബത്തിലൂടെ തരണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈശോയുടെ വലിയ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോണി അലക്സാണ്ടറിനെ ഒക്കെ എല്ലാവരും ഓർക്കുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.